ഹലോ, നമസ്കാരം. ഞാനേ ഒരു ലഹരിക്കെതിരെ ഒരു സിനിമ ചെയ്യാനായിട്ട് പ്രൊഡ്യൂസർമാരില്ല. അപ്പോ ജനങ്ങളെ കയ്യിൽ നിന്ന് ഒരു സമ്മാനക്കൂപ്പൺ വെച്ചുകൊണ്ട് ഇതാണ് സമ്മാനക്കൂപ്പൺ വെച്ചുകൊണ്ട് ഫണ്ട് സ്വരൂപിച്ചൊരു സിനിമ ചെയ്യാനായിട്ട്. സിനിമ എന്ന് പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിലെ ലഹരിക്കെതിരെയുള്ള മെസ്സേജുകൾ 2034 എന്താണ് നമ്മൾ സംഭവിക്കുക, ഈ നാട്ടിൽ സംഭവിക്കാൻ പോണേന്നും ഇപ്പം ലഹരി ഉപയോഗിക്കുന്ന ചില ആളുകൾക്ക് 2034 അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അവരേതൊക്കെ അവസ്ഥയിലേക്ക് എത്തും എന്നൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു നല്ലൊരു സിനിമ ചെയ്യാനാണ്. അപ്പൊ എന്റെ കയ്യിൽ ഫണ്ടില്ല, പ്രൊഡ്യൂസർ ഇല്ല. എനിക്ക് ഇത്തരം സിനിമകൾക്കാണെങ്കിൽ പ്രൊഡ്യൂസർമാർ കിട്ടൂല. അപ്പോ ഒരു നല്ലൊരു മെസ്സേജ് ചെയ്യാനായിട്ടുള്ളൊരു പ്രയത്നമാണ്. ഒരുപാട് വീടുകളിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. അപ്പൊ ചേട്ടൻ പറ്റിയാണെങ്കിൽ കുറച്ച് കൂപ്പണൊക്കെ ഒന്ന് സഹായിക്കാന്ന് അറിയാനാണ്. നിങ്ങളീ പൈസ ഇല്ലാണ്ട് ഈ പരിപാടിക്ക് നാട്ടുകാർക്ക് വന്നിട്ട് ഇങ്ങനെ കാശ് വെച്ചല്ലേ നഷ്ടമായി. അതൊക്കെ വേറെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ നോക്ക് ചേട്ടാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചേട്ടനോട്, ഇത്തരം സിനിമകൾക്ക് പ്രൊഡ്യൂസർമാർ കിട്ടില്ല ചേട്ടാ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ കൂപ്പണൊക്കെ ആയിട്ട് വന്നത്. ചേട്ടൻ പറ്റുകയാണെങ്കിലൊന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നിട്ട് ആൾക്കാരെ ഇങ്ങനെ തെല്ലിയിട്ട് ഒരു സിനിമ പിടിക്കേണ്ട ഒരു ആവശ്യം എന്താ? അപ്പൊ ചോദിച്ചത് ശരിയാണ്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചത് ശരിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകളിലൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാട്ടോ, നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ ചില വീടുകളിലൊക്കെ ഈ അമ്മമാരൊക്കെ കഷ്ടപ്പെട്ടിട്ട് വൈകുന്നേരം 12 മണി 1 മണി വരെ മക്കളെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ. ഒരു 15, 16, 17 വയസ്സായ മക്കളൊക്കെ രാത്രി 1 മണി 2 മണി വരെ കാത്തിരിക്കുന്ന അമ്മമാര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് വീട്ടിൽ ചെന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ഈ മക്കളെയും കാത്തിരിക്കുകയാണ്. എന്നിട്ടോ ഇവന്മാര് വന്നിട്ട് എന്താ മക്കളെ നേരം വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ കയ്യിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉണ്ടെങ്കിൽ അത് സ്വന്തം നൊന്ത് പ്രസവിച്ച അമ്മയുടെ കഴുത്തിൽ വെച്ചിട്ട് വെറുത്താളുള്ള നാളെ തൊട്ട് എന്നോട് ഈ ചോദിക്കായിരുന്നു. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മുടെ നാട് പോണേ. അപ്പൊ പിന്നെ നമ്മളെന്തെങ്കിലും ഇതൊന്നും ചെയ്യരുത് മക്കളെ എന്ന് പറഞ്ഞു കൊടുക്കാനും കൂടെയാണ് ഏട്ടാ ഈ ഒരു സിനിമ ചെയ്യുന്നത്. ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. നിങ്ങളൊരാള് വിചാരിച്ചാൽ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ നന്നാക്കാൻ പറ്റുന്ന വിചാരിച്ചല്ലോ ചേട്ടാ. ഞാനൊരാള് വിചാരിച്ചോണ്ട് ഈ നാട് നന്നാവൊന്നുമില്ല. പക്ഷെ നമ്മളെ പോലെ ഓരോരുത്തരും നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് പുറകിലോട്ട് പോവില്ല ചേട്ടാ. അപ്പൊ ഇത്ര ആളുകൾ വളരെയുള്ളൂ. നമ്മളെ പോലെ ഓരോരുത്തരും രംഗത്തേക്ക് വരണം. അതല്ലാതെ നമുക്കിതൊന്നും നടക്കില്ല എന്നുകൊണ്ട് നമ്മൾ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട് വീണ്ടും നാശത്തിലേക്ക് പോകുള്ളൂ. സംഭവം ശരിയാണ്, നമ്മുടെ നാട് സംരക്ഷിക്കാൻ പോലീസുകാരും അവരൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ പ്രവർത്തിക്കണേന്ന് ചോദിക്കും. പക്ഷെ നമുക്കാകെ നമ്മുടെ നാട്ടിൽ വളരെ തുച്ഛം പോലീസുകാരുള്ളൂ, ജനങ്ങളാണ് കൂടുതൽ. അപ്പൊ നമ്മൾ ജനങ്ങളും കുറച്ചുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ നാടിനെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്നുകൊണ്ട് നന്നാക്കാൻ പറ്റും. ഇത്രയും ഇപ്പൊ പറഞ്ഞ ചിന്ത ഉണ്ടല്ലോ, ഇത് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നതാ. ഞാൻ ഒരുപാട് വീടുകളിൽ കയറാം, ഒരു ദിവസം 100-300 വീട്ടിൽ കയറുന്നുണ്ട് ചേട്ടാ. അപ്പൊ ഒരുപാട് പേര് എന്നോട് ഇത് ചോദിക്കുന്നത്. ചേട്ടാ ചോദിച്ച ചോദ്യം എന്തായാലും ഇപ്പൊ ഇങ്ങനെ കേട്ടുകൊണ്ടൊന്നും പുറകിലോട്ട് പോകുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്നൊരു മെസ്സേജ്, ഞാൻ ആരെയും ദ്രോഹിക്കാനോ വേദനിപ്പിക്കാനൊന്നുമല്ല, പറ്റുന്ന പോലെ ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കാൻ വരും തലമുറ. നന്നാവണെങ്കിൽ നന്നാവട്ടെ. ഇത് ശരിയാവില്ല, നിങ്ങൾക്ക് എനിക്ക് വലിയ താല്പര്യമില്ല. ചേട്ടാ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ ലഹരിയുടെ പേര് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കാനാണ്. ചേട്ടാ പൈസ ഉണ്ടാക്കാനല്ല ചേട്ടാ. നമ്മുടെ നാട്ടിൽ ഒരുപാട് കുട്ടികൾ പ്രശ്നങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അവരൊക്കെ കുറെ നാൾ കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആവും. അതൊക്കെ ആലോചിക്കുമ്പോ ഒരു സങ്കടം ചേട്ടാ. അപ്പോ ഇതൊരു ലഹരിയാക്കി എടുത്തേക്കണം. ചേട്ടനും ഇതൊരു ലഹരിയാക്കി എടുക്കണം ചേട്ടാ. താങ്കൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു ലഹരി വന്നോന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ ഈ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തണ്ട, അത് തുടരുക. കൂപ്പൺ കാട്ട്. സമൂഹത്തിനൊരു മാറ്റം വരുത്തുക, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതാണ് ഞങ്ങളുടെ ലഹരി. അതുപോലെ തന്നെ നമ്മുടെ സിനിമയ്ക്കകത്ത് അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോളൂ. നമ്മുടെ കൂടെ കൂടിച്ചേർന്നുകൊണ്ട് നമ്മൾ ഈ കൂപ്പണിൻ്റെ വിതരണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു നല്ല മെസ്സേജ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനും കൂടെ സിനിമ എന്ന നമ്മുടെയൊക്കെ മോഹം ആ ഒരു രംഗത്തേക്ക് എത്താനും കൂടിയുള്ളൊരു പ്രയത്നം കൂടിയാണ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് നമ്മുടെ കൂപ്പൺ കൊടുക്കുക. മാത്രമല്ല സിനിമയ്ക്കകത്ത് അഭിനയിക്കാൻ താല്പര്യമുള്ളവർ പ്രായപരിധികളില്ലാതെ അങ്ങോട്ട് വിളിച്ചോളൂ വേഗം. ഓക്കെ ടാറ്റാ.